ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ബക്കറ്റിലാട്ടോ ഇന്നത്തെ പരിപാടി. നമ്മളെ ഈ ബക്കറ്റ് നമ്മൾ കണ്ടാൽ വിചാരിക്കും പൊട്ടാത്തൊരു ബക്കറ്റാണ് എന്ന്. ഇത് നല്ലോണം പൊട്ടിയൊരു ബക്കറ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ നല്ലോണം പൊട്ടി പോകുന്നൊരു ബക്കറ്റാണ്. അപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബക്കറ്റിൽ ഇന്ന് നമുക്ക് കൃഷി നടാം. അപ്പം അത് നടേണ്ട വീഡിയോ എല്ലാവരും ഒന്ന് വരി കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതായിട്ട് വീഡിയോ കാണും ചെയ്യാം. അപ്പോൾ അത് നമ്മൾക്ക് എന്താ പറയുക, മണ്ണ് അവിടെ നിറച്ചിട്ട് ഇങ്ങോട്ട് വെച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ചെറിയൊരു പ്രയാസമാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ അത് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ തന്നെ നമുക്ക് മണ്ണ് നിറക്കാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ ഒന്ന് മണ്ണിലേക്ക് ഇവിടെ എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബക്കറ്റ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ബക്കറ്റ് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ വേണ്ട, അതൊരു വൃത്തികേടായിട്ട് തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ച ആ പൊട്ടിയ ഭാഗം അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കണില്ല, അതങ്ങനെ അവിടെ തന്നെ നിന്നോട്ടെ കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൊട്ടുള്ളതാണ്, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ ഉപയോഗിക്കട്ടോ. നമുക്ക് അങ്ങനെയല്ല, വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇത് അതിനും നല്ലൊരു ഇതാണ്. ഇപ്പോഴത്തെ ഈ പച്ചക്കറി നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാമല്ലോ നമ്മളെ ബക്കറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ കരിയിലകൾ ഇട്ട് കൊടുത്തിട്ടോ. കുറച്ച് അധികം അത്യാവശ്യം തന്നെ കരിയില ഇട്ട് കൊടുത്ത്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മണ്ണ് ഇട്ട് കൊടുത്ത്, പിന്നെ അതാണ് നമ്മളെ മിക്സ് മണ്ണ് കേട്ടോ. നമ്മളെ വളമൊക്കെ ചേർത്തിയ മണ്ണാണ് ഞാൻ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മണ്ണും ഫസ്റ്റ് കരിയിലയും മണ്ണും പിന്നെ നമ്മളെ വളമൊക്കെ അവിടെ ചേർത്തിയ മണ്ണൂടെ ഇട്ട് കൊടുത്തിട്ടോ. അതിൽ വളം ചേർത്തിയാന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കാട്ടും പിന്നെ സാധാ മണ്ണും പിന്നെ കിച്ചണിലെ നമ്മളെ വേസ്റ്റുകളൊന്നും ഉണ്ടല്ലോ, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊണ്ട് അതൊക്കെ വാട കൂട്ടി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അതൊക്കെ വാട മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നമ്മളെ വളം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അതൊക്കെ ബക്കറ്റിലേക്കൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് തക്കാളി തൈയാണ്. അപ്പം നമ്മളെ അടുത്ത് കുറച്ച് തക്കാളി തൈ ഉള്ളതുകൊണ്ട് നമുക്ക് പല രീതിയിലൊക്കെ നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല 2 തക്കാളി തൈയാണ്. അപ്പോൾ ഈ 2 തക്കാളി തൈ ഇതാ ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടായതിന് കേട്ടോ. അപ്പം ഞാൻ വേർതിരിച്ചിട്ട് നമുക്ക് 2 എണ്ണമായിട്ട് നമ്മളെ ബക്കറ്റിലേക്കായിട്ട് നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴേക്ക് ഓരോന്ന് നട്ട് പിടിപ്പിച്ചാലാണ് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്ന് നശിച്ച് പോകുമ്പോഴത്തേന് അടുത്തത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പല രീതിയിൽ അങ്ങോട്ട് നട്ട് നോക്കാം. ഇതിലൊക്കെയാണ് നമ്മൾ നടാൻ പറ്റുന്നത്. അതുപോലൊക്കെ ഒന്ന് നട്ട് ഒരു തക്കാളിയെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ഉണ്ടാക്കിയാണ്ടല്ലോ. ഒരു തക്കാളി ഒന്നല്ല, ഇതുപോലൊക്കെ നട്ടാൽ ഒരുപാടുണ്ടാവും കേട്ടോ. നമ്മളെ ആവശ്യത്തിനേക്ക് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി, പച്ചമുളക്, വെണ്ട എന്താണെങ്കിലും വേഗം ഉണ്ടാകുന്ന സംഗതികളാണ്. അതൊക്കെ ഒന്ന് നട്ടാൽ തന്നെ വേഗം നമുക്ക് അതുപോലൊക്കെ എല്ലാവരും ഒന്ന് നട്ടു നോക്കേണ്ടി കേട്ടോ. ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വീട്ടുമുറ്റത്ത് തന്നെ ഒരു പച്ചക്കറി തോട്ടം ചെയ്യാൻ തുടങ്ങിയേ. അപ്പോൾ അതാ നമ്മളെ ബക്കറ്റിലേക്ക് നമ്മൾ അതുപോലെ നട്ട് പിടിപ്പിച്ച് വെച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കുപ്പിയിൽ കുറച്ച് തക്കാളി തൈ നട്ടിനല്ലോ, അതും ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോൾ ഞാൻ നട്ട് വെച്ചിട്ട് ഒരു 3 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. ഇത് അത്യാവശ്യം കണ്ടില്ലേ, ഉണങ്ങി പോയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് ഇങ്ങനെ തക്കാളി ഇങ്ങനെ കുത്തനെ ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ കുത്തനെ വെച്ചപ്പോൾ ഇതിങ്ങനെ എന്താണ് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്കും കണ്ടിട്ട് ഇതിൻ്റെ മുള ഇങ്ങോട്ട് മേലോട്ടേക്ക് വരുന്നുണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വളർച്ച എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഓരോ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ തക്കാളിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് കുത്ത് കൊടുക്കേണ്ടതെന്നും കെട്ടി കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് അതിനനുസരിച്ച് അന്നേരം ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. അന്നേരം നമ്മൾ നട്ടതൊന്നും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരും ചെയ്യാണ്. അപ്പം കുറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ ബക്കറ്റിൽ നട്ട തക്കാളിയാണ് കേട്ടോ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്തുണ്ടല്ലോ, തീറ്റാലൊക്കെ ഓരോന്നൊക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ചാലൊക്കെ എത്രയോ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടേ. പിന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. നിങ്ങൾ കമൻറ്റ് അറിയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോയിൽ ഒരു ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഹൈപ്പും ചെയ്യുക കേട്ടോ. ഹൈപ്പ് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.